ഇന്ന് ഓഗസ്റ്റ് 29. ഇന്നാണ് നമ്മുടെ ഓണത്തിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ വർഷമൊക്കെ വിഷുവിനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും യൂട്യൂബില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വെച്ചത് ഇത്തവണ ഒന്ന് വീഡിയോ എടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നറിയാലോ നമുക്ക്. 5:30 എണീച്ച് കുളിക്കാതെ ഞാൻ ഷൂട്ടിന് വേണ്ടി മാത്രം 5:30 എണീച്ച് കുളിച്ചിക്ക്. അത് വേറെ കാര്യം. ആദ്യയുടെ ഔട്ട്ഫിറ്റ് ഉണ്ടോ ഗൈസ്? ഇതാണ് ആദ്യയുടെ ഔട്ട്ഫിറ്റ്. ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തത് രാവിലെ ചെയ്യാൻ തരും. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞു 6:30 ആകുമ്പോൾ, പക്ഷെ ഞാൻ ഇറങ്ങിയത് 6:45 കഴിഞ്ഞിക്ക്. പിന്നെ റൂമിൽ അഞ്ജലി കിടന്നുറങ്ങുന്നതോടെ ഞാൻ മെല്ലെയാണ് സംസാരിച്ചത്. പിന്നെ ആദ്യം ബളഹം വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും റൂമൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ തത്രപ്പാടെല്ലാം കഴിഞ്ഞ് അഞ്ജലിനോട് മെല്ലെ ടാറ്റയും പറഞ്ഞ് ഇറങ്ങി. പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ റൂമിൻ്റെ ലൈറ്റ് ഓഫ് ആക്കാൻ ഇറങ്ങിയത്. പിന്നെ നമ്മൾ നേരെ പാളയത്തെത്തി. അവിടെ നല്ല പൂവുണ്ട്. എത്ര പൂവാന്നാകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാളയത്തൊക്കെ ഇങ്ങനെ പൂ കാണുന്നത്. പാളയെ ഇത്ര രാവിലെ കാണുന്നത് ആദ്യമായിട്ടാണ്. സ്മൈൽ പ്ലീസ്. വെറുതെ അവിടെ പൂവ് നോക്കി കിടന്നതായിരുന്നു. പക്ഷെ നമ്മൾ വിളിച്ച് മെല്ലെ എണീച്ച്. അപ്പോൾ അധികം ഇടങ്ങാറാക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ. ഏകദേശം നമ്മളെല്ലാ ഫോട്ടോ എടുക്കലും വിഷ്ണുവാണ്. എൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഇതാരെങ്ങനെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എന്നുള്ളത്. അതാണിത്, അതായത് ആദ്യൻ്റെ ചെക്കൻ. പക്ഷെ എന്ത് തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ ചോദിച്ചു വന്ന് ഫോട്ടോ എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. തലേദിവസമൊക്കെ നല്ല മഴയായപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഈശ്വര മഴ പെയ്യല്ലേ, വെയിലാവണേ വെയിലാവണേ എന്നുള്ളത്. പക്ഷെ എന്തോ ഭയം കൊണ്ട് രാവിലെ നല്ല വെയിൽ കിട്ടിക്ക്. വിശ്വ ഇങ്ങോട്ടൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ലോണം വിശന്നതുകൊണ്ട് വിഷ്ണു ഞങ്ങൾക്ക് ഉണ്ടാക്കും ചായ ഒക്കെ മേടിച്ചത്. നമ്മൾ ചായ എല്ലാം കുടിച്ച് പിന്നെ ഒരു ഓട്ടോ എല്ലാം വിളിച്ച് നേരെ റൂമിലേക്ക് തന്നെ വന്ന്. കാരണം ഡ്രസ്സ് മാറ്റണം, കാരണം അപ്പോഴത്തേക്ക് ഓഫീസ് സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം വിഷ്ണു നാട്ടിലേക്ക് പോയി, ഞാനങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി ഓഫീസിലേക്ക് പോയി. ഇത്തവണത്തെ ഓണത്തിന് എൻ്റെ സ്വന്തം ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കണ്ട് അർമാദിക്കാം എന്ന സന്തോഷത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം.